back to Sala Learning Akhila Miss ആണ്. സോ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെ LP അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LSS എക്സാമിനേഷൻ വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസിലായിട്ട് മക്കൾ ഒരുപാട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്താനായിട്ട് പോവാണ്. മിസ്സിന്റെ പേര് അഖില എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണെന്നുള്ളത്. വിച്ച് ആർ ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള? കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം ഇത് നമ്മൾ പല 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 ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ LSS എന്ന് പറയുമ്പോൾ ചാപ്റ്റർ വൈസ് ഒന്നും അല്ല നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് അല്ലെ. അപ്പൊ കേരളം ദാ ഇവിടെ താഴെ ഇതാണ് നമ്മുടെ എന്താ കൊച്ചു കേരളം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കേരളത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളാണ് കാണുന്നുണ്ടാവുക. ഏതൊക്കെയാണ് മക്കളെ? ഒന്നിതാ നമ്മുടെ തമിഴ്നാടും അല്ലെ തൊട്ടടുത്തുള്ളത്, മറ്റൊന്ന് നമ്മുടെ എന്താണ് അതിർത്തി പങ്കിടുന്ന നമ്മുടെ കർണാടകയും ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ഇവിടെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം നമ്മൾ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ഏതൊക്കെയാണ്? തമിഴ്നാട് ആൻഡ് കർണാടക അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. അപ്പൊ തമിഴ്നാടും കർണാടകയും. മക്കൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് കേരളം. കേരളത്തിന്റെ തൊട്ടടുത്തായിട്ട് ഇതാ നോക്കിയേ നിങ്ങള്, തമിഴ്നാട് ഉണ്ട്, ഇവിടെ ആരുണ്ട്? കർണാടകയുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ മാപ്പ് ഒന്നും തരില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള നോട്ട് ലിങ്ക്ഡ് ബൈ റെയിൽവേ ലൈൻസ് അല്ലെ. കേരളത്തില് റെയിൽ പാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റെയിൽ പാതകൾ ഇല്ലാത്ത രണ്ട് ജില്ലകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമുക്കറിയാം ഏതൊക്കെയാണ്. ഒന്ന് നമ്മുടെ ഇടുക്കിയാണ്, മറ്റൊന്ന് നമ്മുടെ വയനാടാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് അല്ലെ, ഇടുക്കി വയനാട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എന്റെ മക്കൾ ഇത് പഠിച്ചു വെക്കണേ. റെയിൽപാതകൾ ഇല്ലാത്ത രണ്ട് ജില്ലകൾ ഇടുക്കിയും വയനാടും ആണ് അല്ലെ. ഓപ്ഷൻ നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക, നമ്മൾ എഴുതുക. ഓക്കെ, കറക്റ്റ് അല്ലേ. അപ്പൊ അടുത്ത നോക്കിയാൽ ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി സിറ്റുവേറ്റഡ്? അതായത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലുള്ള ബേർഡ് സാങ്ച്വറി ആണിത് അല്ലെ. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഏത് ജില്ലയിലാണെന്നാ ചോദിച്ചിരിക്കുന്നത്? അത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. സോ എറണാകുളം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കൂടിയാണ് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ഇവിടെ ചിത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മെറൈനസ് കോമ്പസ് ഈസ് യൂസ്ഡ് ടു. വടക്ക് നോക്കി യന്ത്രത്തിന്റെ ഉപയോഗം എന്താണ്? അതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അറിയാനായിട്ട്, ദിശ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, നമ്മുടെ കോമ്പസ് അല്ലെ, മെറൈനസ് കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം. അപ്പൊ നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ പല കാര്യങ്ങളും നിങ്ങൾ കാണാം. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കുക നിങ്ങൾ, ദിക്കറിയാൻ ഓപ്ഷൻ സി ആണ് അല്ലെ. ടു ഐഡന്റിഫൈ ഡയറക്ഷൻ, അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്ന് കൊടുത്തു വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കി ഏതാ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്, ഏതാണ്? അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലാണ് എന്ത് വരേണ്ടത്, നോർത്ത് വരേണ്ടത്. അപ്പൊ ഇവിടെ ടോപ്പിൽ നോർത്ത് വരുന്നത് 1ലും 4ലും മാത്രമാണ്. അപ്പൊ ഇവരെ നമ്മൾ ഒന്നുകൂടെ നോക്കുക. ടോപ്പിൽ നോർത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വരേണ്ടത് എന്താണ്, സൗത്ത് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, സൗത്ത് എന്നാണോ കൊടുത്തത്? അല്ല, അപ്പൊ ഒന്ന് തെറ്റാണ് അല്ലെ. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ഇതാ ഓപ്ഷൻ 4 മാത്രമാണ് കറക്റ്റ്. നോക്കിയേ, നോർത്ത്, സൗത്ത് അല്ലെ. അപ്പൊ ഇവിടെ ഈസ്റ്റ് ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വന്നിരിക്കണം, വെസ്റ്റും വന്നിരിക്കണം. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ മലയാളത്തിലാണെങ്കിൽ നമുക്കറിയാം നോർത്ത് എന്ന് പറയുമ്പോൾ വടക്കാണ്, സൗത്ത് എന്ന് പറയുമ്പോൾ തെക്കാണ്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെടാ കിഴക്കാണ്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറാണ്. ഈ ഒരു പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. വരയ്ക്കാനും എഴുതാനും ഒക്കെ നമ്മളോട് ചോദിക്കും. അതെന്റെ മക്കള് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് തന്നെ അറിയാം ഇതൊക്കെ നമ്മൾ പല രീതിയിലായിട്ട് എവിടുന്നോ വന്ന ചോദ്യങ്ങളൊന്നും അല്ല. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പൊ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെയും റിവിഷൻ ഒന്നും നന്നായിട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ
അല്ലെ എക്സാമിന് ഈ പറയുന്ന സ്കോളർഷിപ്പിന് മാത്രമല്ല ആനുവൽ എക്സാമിന് നമുക്ക് വേണം അല്ലെ. ഇപ്പൊ നമ്മുടെ പ്രാണ ബാച്ച് അതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. എൻ ഗെയിം അല്ലെ, എൻ ഗെയിം അതായത് അവസാനവട്ട റിവിഷൻ ക്ലാസ്സുകളാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സാമിന് മുന്നോടിയായിട്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് ഇതാ ഇപ്പോഴും നമ്മുടെ ഓഫറോട് കൂടിയിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ജ്വാല ബാച്ചിന്റെ കാര്യം നിങ്ങൾക്കറിയാം, കംപ്ലീറ്റ് ഫ്രീ ബാച്ച് ആണ്. അപ്പൊ സ്കോളർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അല്ലെ, ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് എൻറോൾ ചെയ്താൽ മതി. കംപ്ലീറ്റ് ഫ്രീ ആണ് ആ ബാച്ച് എന്ന് പറയുന്നത്. പ്രാണ ബാച്ച് പക്ഷേ ഫ്രീ ബാച്ച് അല്ല. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസിന്റെയും റിവിഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയൊക്കെ വരുവാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല സ്കോർ മാർക്ക് ചെയ്യാനും. ഇപ്പൊ LSSനാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെ, അതിനകത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സ്കോളർഷിപ്പ് നേടിയെടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ എല്ലാവരെയും നമ്മുടെ ബാച്ചിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പറയുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.